വൈകുന്നേരം നമ്മുടെ ഐനൂസ് നഴ്സറിയൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. നഴ്സറി വിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം തന്നെ ചെയ്യിപ്പിക്കുന്ന കാര്യം മേലൊന്ന് കഴിച്ചെടുക്കാന്നാണ് കേട്ടോ. അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി അവളതേ നേരെ തന്നെ മേലെ കഴിക്കാൻ കയറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതാ ചായക്കുള്ള വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചത് കട്ടൻ ചായ വെക്കാമെന്നാണ്. പിന്നെ കുറച്ച് പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടൊരു പാൽ ചായ അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും ഐനൂസിനും പിന്നെ അത് മതിയല്ലോ. അങ്ങനെ ചായയൊക്കെ കാച്ചാൻ വെച്ചിട്ട് ഞാൻ ഐനൂസിന് മേലെ ചിക്കൻ ബിരിയാണി തരാട്ടാ. അതിനൊക്കെ മുട്ട മതിയാ? പിന്നെന്താ വേണ്ട? മുട്ട മതിയാ? ചായ തരാം. മുട്ട മതിയാ? പിന്നെ കുട്ടിക്ക് കുറെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. വേഗം ചായപ്പൊടി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഐനൂസിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് വേണം എനിക്കിന്ന് ചായയൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ ചായ ഒന്ന് ഇത്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഐനൂസിനുള്ള ചായ 2 ഗ്ലാസ്സിലോട്ട് പകർത്തുന്നുണ്ട് കേട്ടോ. ഐനൂസിന് കഴിക്കാൻ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ അവള് മുട്ട ഉണ്ണി കഴിക്കൂല കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ ബുൾസൈ ചെയ്തിട്ടായിട്ട് എടുക്കുന്നത്. ഇത് കഴിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇടക്ക് കഴിക്കും, ഇടക്ക് കഴിക്കൂല കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൾക്ക് മുടിയൊക്കെ നല്ലോണം കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിൻ്റെ മേളിൽ ഇങ്ങനെ വന്ന് കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. മൂപ്പരാൾ ആ കണ്ണിൻ്റെ ഇടയിൽ കൂടെ മുടി ഇങ്ങനെ നോക്കാനും പിടിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ കൈയോടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളിങ്ങനെ മുടിയൊക്കെ കെട്ടി നല്ല ക്യൂട്ടായിട്ട് നിർത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ മുട്ട ഞാൻ ബുൾസൈ ചെയ്തത് കൊണ്ടൊക്കെ കൊടുത്തപ്പോൾ കുട്ടി ഇടുന്ന അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ചായ ഞാനിപ്പോൾ കൊടുക്കൂല കേട്ടോ. അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചായ കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ ചായ കുടിക്കാനിരുന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ ഇത്തേയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് കേട്ടോ അവരുടെ അടുത്ത്. പിന്നെ ഐനൂസിന് കുറച്ച് നേരം കഴിയുമ്പോൾ വിശന്നപ്പോൾ ഞാൻ എന്താ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അവൾ കഴിച്ചില്ല. പിന്നെ എൻ്റെ തൊണ്ടയിൽ നിന്ന് ആകെ ചോര വരാൻ തുടങ്ങി കേട്ടോ. തൊണ്ടവേദന എടുത്തിട്ട് ഭയങ്കര തൊണ്ടവേദനയാണ്. തൊണ്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിങ്ങണുണ്ട്. അതൊത്തിരി ഇങ്ങനെ ബ്ലഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാനും അടുത്ത ബൈ. സീ യു.